രണ്ടുപേരും കൂടെ ബ്ലാങ്കറ്റൊക്കെ എടുത്ത് നമ്മുടെ ലിവിങ് റൂമിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് സോഫയുടെ ഫ്രണ്ടിൽ നൂറ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിലെ. അപ്പോൾ അതിലകത്ത് പോയിട്ട് 2 പില്ലോ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരെണ്ണം നൂറയ്ക്ക് ഇട്ട് കൊടുക്കുന്നു, ഒരെണ്ണം സ്വന്തമായിട്ട് വെക്കാൻ വേണ്ടി ഇപ്പുറത്ത് വിടുന്നു. അപ്പോൾ ഉടനെ ഇരിക്കുന്നു, വെറുതെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇത് വെച്ചേക്കുന്നത്? അത് സൈഡിൽ ഇരുന്നോട്ടോ ബേബി, അല്ലേ കിടക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ഇടുന്ന കാര്യം എന്തുകൊണ്ട്, ഇത് എന്തിനാണ് ഇട്ടേക്കുന്നത് എന്ന് നൂറ ചോദിക്കുന്നു. അതവിടെ സൈഡിൽ ഇരുന്നോട്ടെ, ബേബിക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അതിലെ പോയി സോഫയിൽ അങ്ങ് ഇരിക്കുകയാണ്. കുറേ സംസാരിക്കാനുണ്ടായിരുന്നു ബേബിയുടെ അടുത്ത്, പക്ഷേ ബേബിയുടെ ആ ഇറിറ്റേറ്റിംഗ് കാരണം ഇനി ഒന്നും പറയുന്നില്ല. ബേബി ഒരാളുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കും ബേബി. 3 പേരും കൂടെ ലിവിങ് റൂമിൽ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം അനുമോളൂടെ പോയിട്ട് പില്ലോ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. രണ്ടും കൂടെ ഭയങ്കര വഴക്ക് തുടങ്ങി കേട്ടോ. അതുകൊണ്ട് പറയാം, എനിക്ക് നല്ല അഹങ്കാരം മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് പോയാലും കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ബേബി ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ ഫൈൻ, ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കുള്ള സ്വഭാവം തന്നെയാണ് ഞാൻ കാണിക്കുന്നത്, അല്ലാതെ കൂടുതൽ ഓവറാക്കല്ലേ നൂറ പറയുന്നുണ്ട്. രണ്ടുകൂടി ഇടിയായി. മൈക്ക് എടുത്തിട്ട് കൂടുതൽ ഓവറാക്കാതെന്ന് പറഞ്ഞിട്ട് മൈക്ക് എടുത്ത് അതിലെ കൊടുക്കുന്നുണ്ട് നൂറയ്ക്ക്. എന്ന് കാണിക്കുന്ന പറയല്ലേ, നാളെ എന്താണെന്നുള്ളതൊന്നും മനസ്സിലാക്കിയിട്ട് പെരുമാറ്. നാളത്തെ കാര്യം ആലോചിച്ചിട്ട് ബേബിക്ക് ടെൻഷൻ ഇല്ലെന്നാണ് അതിൽ പറയുന്നത്. നാളെ പോയിട്ട് എന്താണ് എങ്ങനെയാണ് ഒന്നും ബേബിക്ക് അറിയണ്ട. അങ്ങനെ ഒരു കോൺവെർസേഷൻ ഒന്നും ബേബി ചിന്തിക്കുന്നില്ല. ഒന്ന് കാം ഡൗൺ ആയിട്ട് സംസാരിക്കുക ബേബിക്ക് പറ്റുമെങ്കിൽ. ബേബിക്ക് ഉറങ്ങണം, അതിനല്ലേ ബേബി അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. ഞാൻ കുറേ പ്രാവശ്യം വിളിച്ച് ഇങ്ങോട്ട് വാ എനിക്ക് സംസാരിക്കണം എന്ന് നൂറ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ്, നൂറ നിങ്ങൾ മൈക്ക് ധരിക്കുക. നൂറ ചോദിക്കുന്നത്, ബിഗ് ബോസ് നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? എന്നാ പറയേ, ഞാൻ ഇങ്ങോട്ടത്തേക്ക് എത്ര പ്രാവശ്യം വിളിച്ച്. അപ്പോൾ ഉടനെ ആദ്യം ചോദിക്കുന്നത്, എന്തിനാ ചൊറിയാനോ? മോൾ ഇങ്ങനെ പറഞ്ഞ് ചൊറി മോളെ, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒന്ന് ബേബി കേൾക്കുന്ന അതിൽ പറയുന്നുണ്ട്. ബേബിയുടെ തോന്നിയാന്തരം കാണിക്കാതെ. ഓർഡറിങ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഓർഡറിങ് ഇഷ്ടമല്ലെന്ന് ബേബിക്ക് അറിയാമല്ലോ. അപ്പോൾ എന്നോട് അങ്ങനെ ഓർഡറിങ് ചെയ്യരുത്. മര്യാദയ്ക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യൂല, അറിയാമല്ലോ. അപ്പോൾ അതിൽ പറയാണ്, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു എന്നിട്ടും കേൾക്കുന്നില്ല. എനിക്ക് എൻ്റേതായ രീതിയില്ലേ, അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. മോളുടെ രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ലല്ലോ, ബെഡ്ഷീറ്റ് താഴെ ഇടുന്ന കാര്യമല്ലേ. അത് കൈകൊണ്ടോ കാലുകൊണ്ടോ എങ്ങനെ ആരും ഇട്ടാൽ പോരെ. അത് ഏത് രീതിക്കാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം ബേബി. നിസ്സാരപ്പെട്ട കാര്യമാണ് ഏതെന്ന് പറയുന്നത്. എനിക്കിഷ്ടമായില്ല അങ്ങനെ ഓർഡർ ഇട്ടത്. നൂറ പറയുക ഇതൊക്കെ. ഞാൻ ചോദിച്ചതിന് എനിക്ക് റിപ്ലൈ ചെയ്താൽ നൂറയാണ്. ഞാൻ ഓക്കെ ആക്കെയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിൽ പറയാം. ഇപ്പോൾ ഓക്കെ അല്ലാതാവാൻ ഇവിടെ ഇപ്പോൾ എന്താ ഇത്ര നടന്നത്? ഒന്നും നടന്നില്ല, എല്ലാം ഓക്കെയാണ്. എന്തേ ഈ അഹങ്കാരം എന്നൊക്കെ പറയുന്ന വാക്ക് പറഞ്ഞിട്ടേ എന്നോട് സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട് നൂറ. അന്നേരം അതിൽ പറയാം, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. അതിന് അഹങ്കാരമാണെന്നൊക്കെ പറയാനേ യാതൊരു ഇതുമില്ലെന്നൊക്കെ നൂറ പറയുന്നുണ്ട്. നൂറയോടെങ്ങാണ്ട് അതിൽ പറഞ്ഞെന്ന് തോന്നുന്നു. അഹങ്കാരം കാണിക്കരുതെന്നേ. അതിലേക്ക് എവിക്ഷൻ്റെ ടെൻഷനിലിരിക്കുകയാണ് അതിൽ. അപ്പം നൂറയാണെങ്കിൽ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ടെൻഷനും ഇല്ല, കാരണം എവിക്ഷനിലില്ലല്ലോ. ഈ മൊത്തം ബിഗ് ബോസ് ഹൗസിൽ 2 പേരെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അഹങ്കാരമാണെന്ന് അതെൻ്റെ പാർട്ട്ണറും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. എവിക്ഷൻ്റെ ടെൻഷനിലിരിക്കുന്ന അതിലയുടെ അടുത്താണ് നൂറ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിലേക്ക് അതിൻ്റേതായ ദേഷ്യമുണ്ട്. അതാണ് ഇപ്പോൾ 2 പേരുടെ ചൊറിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ആവും.